ഡിക്ലറേഷൻസ് ഇൻ ദ പവർ ഓഫ് ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള പ്രഖ്യാപനം അല്ലെങ്കിൽ വിളംബരം എന്ന് പറഞ്ഞാൽ അധികാരികൾ പറയുന്ന ഒരു കാര്യമാണ്. നമ്മൾ ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ മഹത്വത്താണ് കഴിഞ്ഞ 4 ദിവസം നമ്മളെ കൊണ്ട് പറയിപ്പിച്ചത്. കർത്താവിൻ്റെ രക്തത്തെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അറിവ് കിട്ടിയാൽ അതെടുത്ത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് പിന്നെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും മറ്റുള്ളവരുടെ സഹായം കിട്ടാതെ വീട്ടിൽ തന്നെ ഇരിക്കുന്ന അമ്മമാർക്ക്, അപ്പന്മാർക്ക്, പുറത്തോട്ട് പോകാൻ വയ്യാത്തവർക്ക് വചനത്തിനകത്ത് ഉത്തരമുണ്ടെങ്കിൽ അത് വേദപുസ്തകത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കണം, അത് നമ്മളെടുത്ത് ഉപയോഗിക്കണം. അപ്പം ആദ്യമേ ഞാൻ പറയുന്നത് ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ രക്തത്താൽ യേശുവിൻ്റെ നാമത്തിൽ രക്ഷയുടെ ആത്മാവ് എല്ലാവർക്കും തുറന്ന് വരട്ടെ. രക്ഷയുടെ ആത്മാവെന്ന് പറയുന്നത് ഇരുട്ടിൽ നടക്കുന്ന ജനം വലിയൊരു പ്രകാശം കണ്ടു. ആ പ്രകാശം കണ്ടത് ക്രിസ്തുവിൽ കൂടെയാണ്. അപ്പച്ചൻ്റെ രക്തം നമുക്ക് വേണ്ടി തന്നു കഴിഞ്ഞിരിക്കുന്നതിനാൽ അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട മക്കൾ ആരെങ്കിലും മാറി നിൽക്കുന്നു എങ്കിൽ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ രക്ഷയിലേക്ക് തിരിച്ചു വരട്ടെ. ലെറ്റ് ദ ഡോർ ഓഫ് സാൽവേഷൻ ബി ഓപ്പൺഡ് സോ ദാറ്റ് ദേ ക്യാൻ റിസീവ് ഇറ്റ് വിത്തൗട്ട് എനി ഹിൻഡ്രൻസ്. മക്കളുടെ മുമ്പിൽ നിൽക്കുന്ന ബന്ധനങ്ങൾ, നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ബന്ധനങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ തടസ്സപ്പെടുത്താതെ ആ വലിയ വെളിച്ചം നമ്മുടെ മേലോട്ട് വരട്ടെ. അതുകൊണ്ടാണ് ദൈവം വചനത്തിൽ പറയുന്നത്, പകൽ സൂര്യനല്ല, രാത്രി ചന്ദ്രനല്ല നിനക്ക് വെളിച്ചം തരുന്നത്, പിന്നെയോ യഹോവയാകുന്ന നിത്യപ്രകാശം. ആ നിത്യപ്രകാശം കിട്ടണമെങ്കിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെടണം, അല്ലാതെ നമുക്ക് ലഭിക്കത്തില്ല. ദർ ഇസ് നോ അതർ വേ, നോ അതർ സബ്സ്റ്റിറ്റ്യൂട്ട്. വേറൊരു വഴിയില്ല. നമ്മളിങ്ങനെ കുറുക്ക് വഴി നമുക്ക് ഇങ്ങനെ വേണം തൊടാം, അല്ലെങ്കിൽ ഇങ്ങനെ പുറകിൽ കൂടെ കൈ കൊണ്ടും തൊടാം. പക്ഷേ യു ഹാവ് ടു ടച്ച് ദിസ് ഏരിയ ഇഫ് യു ഹാവ് ടു റിയലി യു ക്യാൻ ഡു ഇറ്റ് സ്ട്രൈറ്റ്. അതുതന്നെയാണ് ദൈവത്തിൻ്റെ രക്ഷ ലഭിക്കുവാൻ പുത്രൻ്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്ത മക്കളെന്നുള്ള ബോധം വരുമ്പോൾ യേശുവിൻ്റെ രക്തത്താൽ ഇത് ജയമെടുക്കുകയാണ്. ഇവിടെ ജയമെടുക്കുക പ്രഖ്യാപനമാണ്. എവറി നീ ഷാൽ ബൗ ബിഫോർ യു, എവറി ടങ് വിൽ കൺഫസ് ബിഫോർ ദ ജീസസ് നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ നാമത്തിന് മുമ്പിൽ എല്ലാ നാവും, എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും ക്രിസ്തു രക്ഷിതാവേ എന്ന് വിളിച്ചു പറയും. അത് വിളിച്ചു പറയുമ്പോൾ അവിടെ ഒരു അധികാരമുണ്ട്. ആ സ്ഥലത്തിനൊരു വ്യത്യാസമുണ്ട്. അറ്റ്മോസ്ഫിയർ ചേഞ്ച് ചെയ്യുമ്പം ഉറങ്ങിക്കിടക്കുന്നതിന് ഉണരും. നമ്മുടെ അന്തരാത്മാവ് ജീവൻ വെച്ച് കഴിയുമ്പോൾ നമുക്ക് പിന്നെ വേറൊരു തലമാണ്. അതായത് നമ്മൾ ഒരു പ്ലെയിൻ, അതാണ് എൻ്റെ മുമ്പിൽ ഇപ്പം ദൈവം കാണിക്കുന്നത്. ഒരു പ്ലെയിൻ, അതിനകത്ത് അത് ലോഡ് ചെയ്ത് എത്രയോ 100-200 ആളുകൾ കയറിക്കഴിഞ്ഞ് അവരുടെ സാധനം എല്ലാം വെച്ച് കഴിഞ്ഞാൽ അത് അവരെ അങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ അറ്റ് ദ റൈറ്റ് ടൈം അവർക്ക് സിഗ്നൽ കിട്ടുമ്പോൾ അത് പെയ്യനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇരച്ചിട്ട് പെയ്യനെ അങ്ങോട്ട് നടക്കാൻ തുടങ്ങും. ആദ്യമേ പെയ്യനെ ഇഴയുകയാണ്, പിന്നെ അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇച്ചിരിയുടെ സ്പീഡ് കഴിയും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് പെയ്യനെ പൊങ്ങി പറന്ന് ആകാശവിധാനത്തിൽ പറന്നു പോകുന്നത് പോലെ തന്നെയാണ് ആത്മാവിൻ്റെ പ്രവർത്തനം. ഒരിക്കലും നമ്മൾ ഈ പരിശുദ്ധാത്മാവിന് ശക്തിയില്ലെന്നോ കർത്താവിൻ്റെ രക്തത്തിന് കഴിയത്തില്ലോ എന്ന് കഴിയത്തില്ലെന്നോ വിചാരിച്ചിട്ട് മടുത്തു പോകരുത്. മടുത്തു പോകാതെ പ്രാർത്ഥിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവിന്. സോ എല്ലാ മനുഷ്യരുടെ മുമ്പിൽ നിൽക്കുന്ന തടസ്സങ്ങൾ, ദൈവ അനുഗ്രഹത്തിന് തടസ്സം നിൽക്കുന്നത് ജീവൻ്റെ ആധാരമാകുന്ന രക്തം നമ്മുടെ കയ്യിലുള്ളപ്പോൾ, ആ രക്തം മറുവിലയായിട്ട് കൊടുത്തെന്നുള്ള ബോധം എനിക്കുള്ളപ്പോൾ, എന്നിൽ എന്തെല്ലാം കുറവുകളും പാപങ്ങളും ഉണ്ടെങ്കിലും അവയെല്ലാം രക്തത്താൽ കഴുകപ്പെട്ടിരിക്കുന്നു. വിശ്വസിക്കുകയാണ് ഞാൻ. കർത്താവിൻ്റെ നെഞ്ചിൽ നിന്ന് വീണ രക്തം എൻ്റെ പാപങ്ങളെ കഴുകിക്കളഞ്ഞിരിക്കുന്നു. വലതുഭാഗത്തെ കള്ളൻ്റെ മേൽ ഒരു നിമിഷം കൊണ്ട് കർത്താവ് പറഞ്ഞു, ഇന്ന് നീ എൻ്റെ കൂടെ പരദീസയിലിരിക്കും. നമ്മളോട് ദൈവം പറയുകയാണ്, എൻ്റെ വചനമെടുത്തു പറയുന്നു എങ്കിൽ വചനം കേൾക്കുന്നവരുടെ കുടുംബം കേൾക്കുന്ന കുടുംബങ്ങളിലും ദൈവത്തിൻ്റെ അമിതമായ ശക്തി ഇതാ കടന്നു വരികയാണ്. കർത്താവ് പറയുന്നത്, നമ്മളെ കർത്താവിൻ്റെ രക്തം നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേലെ, മക്കളുടെ മേലെ, ആൺമക്കളുടെ മേലെ, പെൺമക്കളുടെ മേലെ, കൊച്ചുമക്കളുടെ മേലെ എല്ലാമുള്ള ജനറേഷണൽ കേഴ്സസ്, അതായത് തലമുറകളിൽ കൂടെ വന്നിരിക്കുന്ന ശാപങ്ങളെല്ലാം അഴിച്ചു മാറ്റിയിട്ട് അവരെ പുതു സൃഷ്ടികളാക്കി മാറ്റുകയാണ്. നമ്മൾ ഒരു പുതുവഴി, കർത്താവ് പറഞ്ഞല്ലോ, കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ജീവൻ്റെ വഴിയിലേക്ക് നമ്മളെ മുൻപോട്ട് കയറ്റിവിടുകയാണ്. ആ ജീവനദിയിലേക്ക് നമ്മളെ കയറ്റിവിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജീവിക്കുന്നത് ആ വെള്ളത്തിൻ്റെ അടിയിലാണ്. ഒരു മത്സ്യം എത്ര വലിയ ശക്തിയുള്ള മത്സ്യമാണെന്ന് പറഞ്ഞാൽ വെള്ളത്തിനകത്തുനിന്ന് പുറത്തിട്ട് കഴിഞ്ഞാൽ ആ മിനിറ്റിനകത്ത് ചത്തുപോകും. അതുപോലെയാണ് നമ്മൾ അന്തരാത്മാവ്, ദൈവത്തിലെ ആത്മാവിൻ്റെ വചനം കിട്ടുന്നില്ല എങ്കിൽ ദ സ്പിരിറ്റ് ബിക്കം ഡോർമെൻറ്റ്. ഡോർമെൻറ്റ് മീൻസ് ഉള്ളിലുണ്ട്. പുതിയ നിയമത്തിൽ പഴയ നിയമം പോലല്ല. പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് വരും, ക്രിയ ചെയ്യും, തിരിച്ചു പോകും. പുതിയ നിയമത്തിൽ ആത്മാവ് വരും,
ഹി വിൽ നോട്ട് ലീവ് us, ഹി വിൽ ബി ഓൾവേസ് ഇൻസൈഡ് us. പക്ഷെ നമുക്ക് പരിശുദ്ധാത്മാവിനെ ഗ്രീവ് ചെയ്യാനോ സാധിക്കും, വേദനിപ്പിക്കാൻ. എപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിന് കൊടുക്കേണ്ടതായ മഹത്വം കൊടുക്കാതിരിക്കുന്നു, എപ്പോൾ ദൈവത്തിൻ്റെ വലിയ ശക്തി നമ്മൾ പറയാതിരിക്കുന്നുവോ, അന്നേരമെല്ലാം നമ്മൾ ആത്മാവിനെ വേദനിപ്പിക്കുകയാണ്. നമുക്ക് എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ പറഞ്ഞ കർത്താവേ, ഗിവ് മി എ ചാൻസ് ടു പ്രൊക്ലെയിം ദ ഗ്രേറ്റ്നെസ് ഓഫ് യുവർ ലോർഡ്. അതാണ് ദൈവമേ, നിൻ്റെ നാമത്തിൻ്റെ മഹത്വം ഒന്ന് വിളിച്ച് പറയാനൊരവസരം. അത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. വടക്കിനോടും തെക്കിനോടും കിഴക്കിനോടും പടിഞ്ഞാറിനോടും പറയാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. നമ്മുടെ മക്കൾ കേൾക്കത്തില്ലെങ്കിൽ വായുമണ്ഡലത്തിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അത് ചെന്ന് കൊണ്ട് പ്രവർത്തിക്കാതെ തിരിച്ചു വരത്തില്ല. നമ്മളൊരു മിസൈൽ അയച്ചാൽ നമ്മളറിയാം, അതിൻ്റെ ഹീറ്റ് അനുസരിച്ച് അത് ചെന്ന് കൊള്ളേണ്ട ടാർഗറ്റ് ചെന്ന് കൊണ്ടിട്ട് ഡിസ്ട്രോയ് ചെയ്യുകയല്ലാതെ അതിൻ്റെ പ്രവൃത്തി ചെയ്യാതെ അതൊന്നും ചെയ്യത്തില്ല. അത് ചെയ്തേ തീർത്തേ ഒക്കത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെയാണ് ദൈവവചനത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മളെ വചനമയച്ചാൽ, അതാണ് ആത്മാവിൽ അയക്കുകയാണ്, ചുമ്മാതെ അയക്കുന്നതല്ല. നമ്മളൊരു വചനം ദൈവാത്മാവിൽ അയച്ചാൽ അത് ചെന്ന് കൊണ്ട് പ്രവർത്തിച്ചിട്ടല്ലാതെ തിരിച്ചു വരികയില്ല. തലമുറകളുടെ മേലുള്ള ശാപങ്ങൾ ഇന്ന് ഇത് അഴിച്ചു തരികയാണ്. ഐ ഡിക്ലെയർ ഫൈനാൻഷ്യൽ ബ്ലെസ്സിങ്സ് ഓവർ ദി പീപ്പിൾ ഹു ആർ ഡൂയിങ് ബിസിനസ്, ലൈഫ് വെഞ്ചേഴ്സിലൊക്കെ ഓരോ കാര്യങ്ങൾ നമ്മൾ എന്നിട്ട് നമുക്ക് ഒരിക്കലും പണം തികയത്തില്ല. ജീവിക്കാൻ ആവശ്യമുള്ള പണം തരേണ്ട കർത്താവിൻ്റെ ജോലി. പക്ഷെ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ അതിലൊരു കൃപ കിട്ടണമെങ്കിൽ വി ഹാവ് ടു സേ ദാറ്റ് ദിസ് ബിലോങ്സ് ടു ദ ലിവിങ് ഗോഡ്. നീതിമാൻ്റെ അവകാശത്തിന്മേൽ ദുഷ്ടൻ്റെ ചെങ്കോല് നിവർന്ന് നിൽക്കത്തില്ല. അത് ക്രിസ്തുവിൻ്റെ രക്തത്താൽ മുദ്രയിട്ട മക്കളുടെ മേൽ അവൻ ഒരു സ്ഥാനമില്ല. അഴിഞ്ഞു പോകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു പോകട്ടെ. ഞാൻ പറയുന്നത് ഈസ് എംപവറിങ് ദ ഹോളി സ്പിരിറ്റ് ഇൻസൈഡ് us ബൈ ദ വേർഡ് ഓഫ് ഗോഡ്. വചനം പറയും തോറും ആത്മാവിന് ബലം വെക്കുകയാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരത്തിന് ബലം കിട്ടുമ്പോൾ തന്നെയാണ് ദൈവവചനം പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ബലം വരും. നമ്മുടെ ആത്മാവിന് മേ ദ ഫെയ്ത്ത് റൈസ് ഇൻ ദ ഹാർട്ട്സ് ഓഫ് ചിൽഡ്രൻ. I plead the blood of Jesus over the children's studies in excellence in exams and walk with the Lord. അതായത് നമ്മൾ ദൈവത്തിൻ്റെ രക്തത്താൽ പ്ലീഡിങ് ദ ബ്ലഡ് ഓഫ് ജീസസ് ഓവർ ദി ചിൽഡ്രൻ. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മേൽ ക്രിസ്തുവിൻ്റെ രക്തം തളിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബിസിനസ്സിൽ അല്ലെ അവരുടെ പഠിത്തത്തിൽ അവർ എക്സലൻ്റായിട്ട് ചെയ്യാതിരിക്കുന്ന അവിടെ വിശുദ്ധ രക്തം തളിക്കുകയാണ്. കർത്താവിൻ്റെ രക്തത്തിൻ്റെ മഹത്വം അവിടെ ചെന്ന് വീണേക്കത്തുള്ളൂ. ദുർവഴികളിൽ നിന്ന് അല്ലെങ്കിൽ ദൈവത്തിന് ഹിതമല്ലാത്ത വഴികളെല്ലാം അടഞ്ഞു പോട്ടെ. വെളിപ്പാടിൻ്റെ 3:7 പറയുന്നത് പോലെ ദാവീദിൻ്റെ താക്കോലുള്ള സത്യവാനും നീതിമാനുമായ ദൈവം പറയുകയാണ്, അതെ, ഞാൻ നിങ്ങൾക്ക് ഒരു വഴി തുറന്നു വെച്ചിരിക്കുന്നു. ഞാൻ തുറന്നാൽ ആർക്കും അത് അടയ്ക്കാനൊക്കത്തില്ല, ഞാൻ അടച്ചാൽ ആർക്കും അത് തുറക്കാനൊക്കത്തില്ല. ഐ ആം ദി ആൽഫ ആൻഡ് ദി ഒമേഗ. ഞാനാണ് ആദിയും അന്ത്യവും. ആദ്യവും അന്ത്യമാവുന്ന ദൈവം നമ്മുടെ മക്കളെക്കുറിച്ച് കരുതിയിരിക്കുകയാണ്, നമ്മളെക്കുറിച്ച് കരുതുന്നവനാണ്. ഓരോ ദിവസവും ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കാൻ നമ്മളൊരു തീരുമാനം എടുക്കണം. ഒരു തീരുമാനം എടുക്കുന്ന അവനവനാണ്. നമുക്ക് വചനം അയക്കാം, പക്ഷെ വചനം പരിശുദ്ധാത്മാ പറയുമ്പോൾ ടേക്ക് ഇറ്റ്, ഇറ്റ് ഇസ് എ ചാലഞ്ച്, യു ക്യാൻ ഡു ഇറ്റ് എന്ന് പറയുമ്പോൾ നമ്മളത് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. ഹോൾഡ് ഓൺ ടു ദ ഫെയ്ത്ത്. Walk in the newness of the blessings of the Lord. Let favor be given. May peace rejoice in the hearts of our children. I plead the blood of Jesus Christ over the children, over the land, over the properties, over the business, everything. Let joy, love, joy, peace be the foundation of our life. അതായത് ഫ്രൂട്ട് ഓഫ് ദി സ്പിരിറ്റാണ്. ദൈവത്തിൻ്റെ സ്നേഹം വരുമ്പോൾ, കർത്താവിൻ്റെ പരിശുദ്ധാത്മ നമ്മളിൽ വരുമ്പോൾ ജീവിതത്തിൽ അന്നന്ന് നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തെയും സന്തോഷത്തെയും സമാധാനത്തെയും, ലവ്, ജോയ്, പീസ്. ലവ് സ്നേഹമാണ്, അഗാപ്പെ, ഇത് സാക്രിഫിഷ്യൽ ലവ്. ദൈവത്തിന് വേണ്ടി സ്നേഹിക്കുവാനും അതിനുവേണ്ടി നന്മ ചെയ്യുവാനുള്ള ഒരാഗ്രഹം നമ്മുടെ മേൽ ഇട്ടുതരിക തന്നെയല്ല, ഫെയ്ത്ത് സാച്ചുറേറ്റ് ചെയ്യും. ഫെയ്ത്ത് സാച്ചുറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പല പ്രാവശ്യം വചനം കേട്ട് കഴിയുമ്പോൾ ഐ ക്യാൻ ഡൂ ദാറ്റ്. അപ്പം നമ്മളത് ചെയ്തിരിക്കും. അതാണ് നമ്മളോട് ദൈവം ആഗ്രഹിക്കുന്നത്. വി നീഡ് ടു റൈസ് അപ്പ് ഫ്രം ദ സ്ലംബർ. അതായത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുക. വീരയോദ്ധാവായിട്ടിരിക്കുന്ന മക്കൾ പലരും വഴിതെറ്റി നടക്കുന്നവരെ കർത്താവ് ചെന്ന് അവരുടെ പുറകിൽ ചെന്ന് കൈയിട്ട് പിടിച്ച് തിരിച്ച് നേരെ കൊണ്ടുവന്നു. വളഞ്ഞ വഴിയിലേക്ക് പോകുന്ന നാമ്പുകൾ കർത്താവ് പിടിച്ച് സൂര്യപ്രകാശത്തിലേക്ക് കൊണ്ടുവരികയാണ്. ദൈവത്തിനെ മാത്രമേ അത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നമ്മൾ കർത്താവിൻ്റെ രക്തവും പ്ലീഡ് ചെയ്യുന്നത്, കർത്താവിൻ്റെ രക്തവും പിടിച്ചുകൊണ്ടാണ് നമ്മൾ കയറി വരുന്നത് എങ്കിൽ അവൻ അസാധ്യമായിട്ടൊന്നുമില്ല. പലപ്പോഴും നമ്മൾ ഓർക്കണം, നമ്മുടെ ഈ ലോകപ്രകാരമായ പഠിത്തങ്ങൾ, അതാണ് നന്മതിന്മയുടെ ഫലമാണത്.
പഠിക്കും തോറും ദൈവത്തെ ഡിപ്പെൻഡൻസി അല്ലെ കർത്താവിനെ കൂടുതൽ ആശ്രയിക്കുന്നത് മാറിപ്പോകും. അതൊരു വീക്ക്നെസ്സായിട്ട് ആളുകൾ കാണുക. പക്ഷെ അൾട്ടിമേറ്റ്ലി വയസ്സ് ചെല്ലുമ്പോഴൊക്കെ പ്രായം ചെന്ന് മരിക്കാറാകുമ്പോൾ ഈ പറഞ്ഞ പഠിത്തമോ കഴിവോ പണമോ ഒന്നും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നില്ല. വി ഹാവ് ടു ഡിപ്പെൻഡ് ഓൺ ദ ഗ്രേസ് ആൻഡ് ദ ഫേവർ ഓഫ് ദ ലിവിങ് ഗോഡ്. ചെറുപ്പത്തിലെ മക്കളെ ഈ ദൈവത്തെ ആശ്രയിക്കാൻ പഠിപ്പിക്കുക. കുഞ്ഞാടിൻ്റെ രക്തം തളിച്ച് അവരെ മഹത്വം പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക. കഥകൾ പോലെ ജീവിതത്തിൽ ദൈവം ചെയ്തിരിക്കുന്ന നന്മകളെക്കുറിച്ച് പറയാൻ മടിയുണ്ടാകരുത്. ഒന്നിച്ചു കൂടുമ്പം ദൈവം ചെയ്ത നന്മകളെക്കുറിച്ച് പറയുക. ടീച്ച് ദ ചിൽഡ്രൻ ദ വേസ് ഓഫ് ദ ലിവിങ് ഗോഡ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ നന്മകൾ ആര് വിളിച്ചു പറയും? കർത്താവിൻ്റെ രക്തത്തിൻ്റെ മഹത്വം ആര് പറയും? കുഞ്ഞാടിൻ്റെ രക്തവും പിടിച്ചുകൊണ്ട് ആർക്ക് എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ സാധിക്കും? അവിടുന്ന് ചോദിക്കുമ്പോൾ കർത്താവേ നീ ഞങ്ങളെ ബലപ്പെടുത്തുന്നുണ്ട്. വചനം വരുമ്പോൾ, ആത്മാവിന് ശക്തി വരുമ്പോൾ ഞങ്ങളെ ചിറകടിച്ച് പറക്കേണ്ടിയവർ വെച്ചാൽ കഴുകന്മാരെ പോലെ പറന്നുയരേണ്ടിയവരപ്പിച്ച ഞങ്ങൾ എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ സ്തുതിക്കേണ്ടിയപ്പിച്ച ഞങ്ങൾ ഓടിയാലും വീഴാതെ ജീവിക്കേണ്ടിയവരപ്പിച്ച കർത്താവിൻ്റെ ആത്മാവ് ഞങ്ങളുടെ മേൽ പകർന്നേയൊക്കത്തുള്ളൂ. ഈ സമയത്ത് ദൈവത്തിൻ്റെ ഒരു ഡബിൾ പോർഷൻ ഓഫ് അനോയിൻറ്റിങ്, ഇരട്ടി ശക്തി, ഏലിയാവിൻ്റെ ഇരട്ടി ശക്തി ഏലീശാവിന് കൊടുത്തതുപോലെ കർത്താവേ നിൻ്റെ വിശുദ്ധ രക്തം പിടിച്ച് നിൽക്കുമ്പോൾ നീ ഞങ്ങളെ കണ്ടു കഴിഞ്ഞിരിക്കുന്നതിനാൽ, നിൻ്റെ രക്തം ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതിനാൽ ഞങ്ങളുടെ മേലെ, ഞങ്ങളുടെ തലമുറകളുടെ മേലെ ഇൻ ഇറ്റേണിറ്റി ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കട്ടെ. വഴിതെറ്റിപ്പോകുന്ന എല്ലാ വഴികളും കൊട്ടി അടയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പച്ചൻ അധികാരം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതാ ഇന്ന് ദിവസം ഞങ്ങൾ നിന്നിൽ ഏൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ പല പ്രയാസങ്ങൾക്ക്, രോഗങ്ങൾക്ക്, പണസംബന്ധമായ പ്രയാസങ്ങൾക്ക്, അതുപോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠിത്തത്തിൽ, അവരുടെ വിവാഹ കാര്യത്തിൽ, അതുപോലെ കുഞ്ഞുങ്ങളുടെ ഉണ്ടാകാത്തതിൽ, ഇതിങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ച് ആകുല ചിന്തപ്പെടുന്നവരുണ്ട്. അപ്പച്ച അവരൊക്കെ ഈ കർത്താവിൻ്റെ രക്തവും പിടിച്ചുകൊണ്ട് നിൻ്റെ മുമ്പിൽ വന്ന് കർത്താവേ പ്ലീഡിങ് ദ ബ്ലഡ് ഓഫ് ജീസസ്, ക്രിസ്തുവിൻ്റെ രക്തത്തെ കയ്യിൽ എടുത്തുകൊണ്ട് യാചിക്കുകയാണ്. കർത്താവേ നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ. അവിടുന്ന് ക്രൂശിന്മേൽ രക്തം ചൊരിഞ്ഞതിനാൽ അസാധ്യങ്ങളെ സാധിപ്പിച്ചു തന്ന ഒരു ദൈവം മുമ്പിലുണ്ടല്ലോ കർത്താവേ. അതുകൊണ്ട് നിൻ്റെ രക്തം പിടിച്ചുകൊണ്ട് ഞങ്ങൾ പ്ലീഡ് ചെയ്യുന്നു. അതാ നീ ഞങ്ങൾക്ക് ഉത്തരം തന്ന് ഞങ്ങളെ മുൻപോട്ട് നടത്തിക്കാട്ടെ. ഒരിക്കലും നടക്കത്തില്ല എന്ന് പറയുന്നിടത്ത് അപ്പച്ചന് ഇരുമ്പാടാമ്പുകളെ കർത്താവെ കണ്ണിച്ച്, താമ്രവാതിലുകളെ ഉടച്ച് ഒരു പുതിയ വഴി ഇന്ന് തുറന്നു തന്നതിന് സ്തോത്രം. ആ ജീവ വഴിയിലേക്ക് ഞങ്ങൾ കടന്നിരിക്കുന്നു അപ്പച്ച. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയിൽ, ദൈവത്തിൻ്റെ മഹത്വത്തെ വരാൻ പോകുന്നതിനെ വിളിച്ചു പറയാൻ, അബ്രഹാം ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു പറഞ്ഞതുപോലെ പറയാനുള്ള ശക്തി ഇട്ട് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അത് ചെയ്യുന്നതിനാൽ സ്തോത്രം. പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ബലപ്പെടുത്തിയതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.